എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശൈലജ വർമ്മ മെൽബണിൽ നിന്നുമാണ് സംസാരിക്കുന്നത്. കേരളത്തിലെ പ്രശസ്ത കവി ഡോക്ടർ സി രാവുണ്ണി, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട രാവുണ്ണിയേട്ടൻ നേതൃത്വം കൊടുത്ത് കാവ്യശിഖയിൽ തിരിതെളിയിച്ച സമാധാന ജ്വാല ദേശത്തിന്റെ അതിർത്തികൾ ഭേദിച്ച് വളരെയധികം മുന്നേറുകയാണ്. ലോകത്തെമ്പാടുമുള്ള കവികൾ യുദ്ധവിരുദ്ധ കവിതകളുമായി ഈ സമാധാന ജ്വാലയിൽ പങ്കുചേരുന്നുണ്ട്. മനുഷ്യ ചരിത്രത്തിൽ യുദ്ധം വരുത്തിവെച്ച ഭയങ്കരമായ ദുരന്തത്തെ എടുത്തു കാണിക്കുന്നതിനു വേണ്ടിയിട്ടാണ് മഹാഭാരത രചന ഉണ്ടായിരിക്കുന്നത് എന്ന ആശയം ഭാരത പര്യടനം എന്ന തന്റെ നിരൂപണ ഗ്രന്ഥത്തിൽ കുട്ടിക്കൃഷ്ണമാരാർ സൂചിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വ്യക്തമാക്കുന്നുണ്ട്. 1850കളിൽ സുപ്രസിദ്ധ ഫ്രഞ്ച് സാഹിത്യകാരനായ മോപ്പസാങ് ഒരു ഭ്രാന്തന്റെ ഡയറി എന്ന തന്റെ ചെറുകഥയിൽ ഇങ്ങനെ കുറിച്ചുവെച്ചു: നമ്മൾ ഇടയ്ക്കിടെ യുദ്ധങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ആ സമയത്ത് ഒരു ദേശം മറ്റൊരു ദേശത്തെ ആക്രമിച്ച് കശാപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ ചോരയുടെ വിരുന്നാണ്. സൈന്യങ്ങളെയും അധികാരികളെയും ഉന്മത്തരാക്കുന്ന, മത്തു പിടിപ്പിക്കുന്ന വിരുന്ന്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ വരികൾക്ക് ഒരു മാറ്റവും വരാത്തതുപോലെയാണ് ഇന്നും ലോകത്ത് യുദ്ധങ്ങൾ അരങ്ങേറുന്നത്. സുധാമേനോന്റെ ചരിത്രം അദൃശ്യമാക്കിയ മുറിവുകൾ എന്ന പുസ്തകത്തിലെ ഒരു വരി ഓർത്തുപോവുകയാണ്: യുദ്ധങ്ങളിൽ ഒരിക്കലും ആരും ജയിക്കുന്നില്ല, എല്ലാവരും പരാജയപ്പെടുക മാത്രമാണ് ചെയ്യുന്നത്. നഷ്ടപ്പെട്ടു പോയ ബാല്യങ്ങളുടെ, അപഹരിക്കപ്പെട്ട ശബ്ദങ്ങളുടെ, നിത്യമായ വിശപ്പിന്റെ, അതിരില്ലാത്ത നിസ്സഹായതയുടെ ആഴമേറിയ മുറിവുകൾ മാത്രമാണ് യുദ്ധങ്ങളുടെ ബാക്കി പത്രങ്ങൾ. ഇന്നത്തെ സമാധാന ജ്വാല ഉദ്ഘാടനം ചെയ്യുന്നത് കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറിയും കവിയും സംഘാടകനും നാടകകൃത്തും സാംസ്കാരിക പ്രവർത്തകനും പ്രഭാഷകനുമായ ശ്രീ കരിവള്ളൂർ മുരളിയാണ്. അദ്ദേഹത്തെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനു വേണ്ടി സാദരം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കാവ്യശിഖ ജൂലൈ 6 ഇന്ന് സമാധാന ജ്വാല എന്ന യുദ്ധത്തിനെതിരായ ഈ പ്രതിഷേധ സംരംഭം അതിൻ്റെ 20ാം ദിവസത്തിൽ എത്തി നിൽക്കുകയാണ്. ജൂൺ 17 വിശ്വകവിയായ സച്ചിദാനന്ദ മാഷ് ഉദ്ഘാടനം നിർവഹിച്ച് നിരവധി കവികളുടെ പങ്കാളിത്തത്തോടെ യുദ്ധത്തിനെതിരായ മനുഷ്യ മനസ്സാക്ഷിയുടെ പ്രതികരണത്തിൻ്റെ ഈ വലിയ മുന്നേറ്റം ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് ലോകത്തെ നടുക്കിക്കൊണ്ട് നടക്കുന്ന യുദ്ധഭ്രാന്തിൻ്റെയും യുദ്ധഭീഷണിയുടെയും പിന്നിൽ സാമ്രാജ്യത്വത്തിൻ്റെ കുൽസിതമായ ആയുധ കച്ചവടത്തിൻ്റെ ദുർമോഹം മാത്രമാണ് ഉള്ളത് എന്ന് എവർക്കും അറിയാം. അധികാരം സ്ഥാപിക്കാൻ പ്രധാനമായും ഗൾഫ് മേഖലയിൽ, അതിലും വിശേഷിച്ച് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ അധീശത്വം കയ്യേൽക്കുന്നതിന് വേണ്ടി 1960കളിൽ ഉണ്ടായിത്തീർന്ന ഒപെക് രാഷ്ട്രങ്ങൾ ദീർഘകാലമായി ലോക മുതലാളിത്തത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന എണ്ണ ഉൽപ്പന്നങ്ങളുടെ വില നിർണ്ണയിക്കുന്നതിനുള്ള അവകാശത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരർത്ഥത്തിൽ ഈ എണ്ണ രാഷ്ട്രങ്ങളുടെ തന്നെ ഒരു ദേശീയതയെ വളർത്തിക്കൊണ്ടുവരികയും അങ്ങനെ സാമ്രാജ്യത്വം ഗൾഫ് മേഖലയിൽ നിന്ന് എണ്ണ കുഴിച്ചെടുത്ത് നടത്തിക്കൊണ്ടിരുന്ന സാമ്പത്തിക ചൂഷണത്തെ ചെറുക്കുകയും ചെയ്തപ്പോൾ അതിനെതിരായി ഒന്നൊന്നായി
പ്രതിരോധവുമായി നിലനിൽക്കുന്ന അറബ് രാജ്യങ്ങളെ തകർക്കുന്നതിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ പാവ സർക്കാരായ ഇസ്രായേൽ ഇറാന് നേരെ ഒരു പ്രകോപനമില്ലാതെ കടന്നാക്രമണം നടത്തിയത് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഈ കടന്നാക്രമണം തുടങ്ങി അടുത്ത നിമിഷം തന്നെ കർട്ടന് പിന്നിലിരുന്ന് ചരട് വലിച്ചുകൊണ്ടിരുന്ന US നേരിട്ട് ഇടപെടുകയാണ്. ലോകത്തെ ഈ UN-ൽ അംഗത്വം നേടിയിട്ടുള്ള ഏതാണ്ട് 190-ലധികം രാഷ്ട്രങ്ങളിൽ 140 രാഷ്ട്രങ്ങളിലും യുദ്ധ താല്പര്യത്തോടെ ഇടപെട്ട ഒരൊറ്റ ശക്തിയേ ഉള്ളൂ. അതാണ് ഈ ലോകത്തെ യുദ്ധരാക്ഷസനായ US എന്ന അമേരിക്കൻ ഐക്യനാടുകൾ എന്ന ഈ സാമ്രാജ്യത്വ ശക്തി. അതിൻ്റെ താല്പര്യം തന്നെയാണ് പലരിലൂടെയും പല പാവ സർക്കാരുകളിലൂടെയും ലോകത്ത് നടമാടുന്നത്. യുദ്ധത്തിനെതിരായ മനുഷ്യത്വത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശം വ്യാപിപ്പിക്കുക എന്നത് മനുഷ്യ മനസ്സാക്ഷിയെ ഉയർത്തിപ്പിടിക്കാൻ ഈ കാലഘട്ടത്തിൽ ഏക മാർഗമാണ് എന്നാണ് ഞാൻ പറയുന്നത്. 10-40 വർഷം മുമ്പ് മലബാർ എക്സ്പ്രസിൽ ഒരു രാത്രിയിൽ ഇരുന്ന് പിറ്റേനാളത്തേക്ക് വേണ്ടി എഴുതിയ ഒരു കവിതയുടെ വരികൾ ഈ ഘട്ടത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നതിന് കാവ്യശിഖയുടെ ഈ സമാധാന ജ്വാലയുടെ 20-ാം നാൾ ഉദ്ഘാടനം ചെയ്യുന്നതിന് ഞാൻ ചൊല്ലാൻ ആഗ്രഹിക്കുകയാണ്. കുരുക്ഷേത്ര ഗീതം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന, ഒരുപക്ഷെ ഇന്ത്യയുടെ മിക്കവാറും എല്ലാ ഭാഷകളിലേക്കും തർജ്ജമ ചെയ്യപ്പെട്ട ആയിരക്കണക്കായ യുവാക്കൾ അവരുടെ ശരീരം കൊണ്ടും ശബ്ദം കൊണ്ടും ജനങ്ങളിലേക്ക് എത്തിച്ച ആ കവിതയിലെ വരികൾ. ഇന്നുമ കരിഞ്ഞ മാംസഗന്ധമരിച്ചെത്തുന്നു നിങ്ങൾ തീർത്ത ഹിരോഷിമകളും, നാഗസാക്കി മണ്ണുമാർത്തു ചിരിച്ചിടുന്നു. കൊന്നുകൂട്ടുവാൻ മനുഷ്യരെ ഒരൊറ്റ കുമ്പിൽ ഭസ്മമാക്കുവാൻ നിങ്ങൾ തീർത്തുകൊള്ളു 100 ബോംബുകൾ. പക്ഷെ നിങ്ങൾ വിഷമൊഴുക്കി ജീർണമായ നൈൽ, തെംസ്, ഗംഗ, യമുന, ചാലിയാർ തീരവാസികൾ ഞങ്ങൾ മർത്യരുത്തു പാടിടും പുതിയ ഗീതകം. ഞങ്ങൾ മർത്യരുത്തു പാടിടും പുതിയ ഗീതകം. ഈ നീലവാനങ്ങളിൽ തഴുകിയെത്തുമിളം കാറ്റിൽ കളകളം പാടുമി പുഴകളിൽ വിഷം തുപ്പും അസുരരെ ഞങ്ങൾ വന്നിതാ ഈ പുതിയ കുരുക്ഷേത്ര ഭൂമിയിൽ, ഈ പുതിയ കുരുക്ഷേത്ര ഭൂമിയിൽ. ആഹ്ലാദത്തോടെ അതിലും അഭിമാനത്തോടെ കാവ്യശിഖയുടെ സമാധാന ജ്വാലയുടെ 20-ാം നാൾ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. കാവ്യശിഖയിലെ എല്ലാ അംഗങ്ങൾക്കും നമസ്കാരം. ഇന്ന് സമാധാന ജ്വാല എന്ന മുന്നേറ്റം 20-ാം ദിവസം സച്ചിദാനന്ദനിൽ തുടങ്ങി ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ശ്രീ കരുവള്ളൂർ മുരളിയിലേക്ക് എത്തി നിൽക്കുന്ന ഈ മഹാപ്രക്രിയ സമാധാന ജ്വാല ശിഖയുടെ ഒരു മുന്നേറ്റമെന്നതിനുമപ്പുറം കേരളത്തിലൊട്ടാകെ ഇതിൻ്റെ അനുരണനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഉദ്ഘാടനം ചെയ്ത ശ്രീ മുരളി, സ്വാഗതം പറഞ്ഞ മുനീറ, അധ്യക്ഷത വഹിച്ച ശ്രീമതി ശൈലജ വർമ്മ, എല്ലാവർക്കും നന്ദി പറയുന്നു. അതോടൊപ്പം ഇതിൽ പങ്കെടുത്ത ഇന്ന് കവിതയിടുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി. യുദ്ധവുമായി ബന്ധപ്പെട്ട് ചെറിയൊരു കവിത കൂടി ചൊല്ലുന്നു. മുഖം രാക്ഷസീയം സ്വരം വന്യമേതോ ഗുഹയിൽ പ്രതിധ്വനിച്ചഗ്നി ചിതറുന്ന രൂക്ഷഭാവം, കണ്ണിലോ ക്രൂരത താണ്ഡവമാടുന്നു, മാനവീയം ചീളുവാക്കായി മാറുന്നു, ലോകം ചുളുങ്ങുന്നു ചൂഴെ. അസ്ഥികൂടങ്ങൾ തൻ കുന്നുകൾ മുന്നിലും പിന്നിലും ചോരപ്പുഴയിൽ കുളിക്കുന്ന ദേഹികൾ, തേങ്ങിക്കരയുന്നിതാരോ ചുറ്റിലും തേടുന്നതാരെ. പിഞ്ചിളം ചുണ്ടിതൾ വാടിക്കരിഞ്ഞതിൽ അക്ഷരങ്ങൾ വിറയുന്നു, വാക്കിന്റെ വക്കുപൊടിഞ്ഞതും മണ്ണോട് മണ്ണായി മറഞ്ഞതും അർത്ഥമില്ലാത്ത സമാധാനം. യുദ്ധമീ യുദ്ധം തനിക്കായി മാത്രമേ യുദ്ധം പടരുന്ന മണ്ണിൽ തോക്കെടുക്കുന്നു പരസ്പര ബന്ധങ്ങൾ, ആഗ്നേയമാകുന്നു, ഹോമിച്ചൊടുക്കുന്നു സർവം. ഇങ്ങനെ എല്ലാം ഹോമിച്ചെടുക്കുന്ന ഒരു യുദ്ധത്തിന്റെ അവസ്ഥയിൽ നിന്നും ദുരന്തത്തിൽ നിന്നും സമാധാനത്തിലേക്കുള്ള ജ്വാല പടരട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.